ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പേസ്റ്റ് ആൻഡ് ബ്രഷിൻ ഹോൾഡറിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പെട്ടി. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് സംഭവം. എൻ്റെ പടങ്ങളൊക്കെ ഫ്രണ്ടിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിത് എടുക്കാൻ പെട്ടി പുറത്തോട്ട് പെട്ടി എടുക്കാൻ നോക്കിയപ്പോൾ അത് തുറന്നു വന്നു. നമുക്ക് പെട്ടി എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് പെട്ടി. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്തെ പെട്ടിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ആദ്യം ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു സൈഡിൽ ക്രിയേറ്റീവ് എന്നതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പടങ്ങൾ, പല്ലേക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് സെറ്റ് ചെയ്യുന്ന പടങ്ങളുണ്ട്. പിന്നെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പടമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പെട്ടിയിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ ഓരോന്നെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് തോന്നുന്നു നമ്മുടെ ആ പേസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അത് ഒട്ടിക്കുന്ന സാധനം ബാക്കിൽ അവർ വെച്ചിട്ടുണ്ട്, സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. അത് പറിച്ചിട്ടാണ് നമ്മൾ ടൈലിൽ ഒട്ടിക്കേണ്ടത്. മറ്റേ പെയിൻറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെയിൻറ്റ് അതിൽ നിൽക്കില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ പറഞ്ഞു പോരുണ്ടാവും. ടൈലിൽ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ ബ്രഷ് ഹോൾഡറാണ്, ബ്രഷ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് എടുത്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രഷൊക്കെ വെക്കേണ്ടത്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് തുറക്കണം. അപ്പോൾ ഒരു ക്ലിപ്പാണിത്. നാല് ക്ലിപ്പുണ്ട് 4 സൈഡിൽ. അപ്പോൾ അത് വലിച്ച് ഇങ്ങനെ തുറക്കാം. തുറന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ആ പേസ്റ്റ് അതിൽ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ സെറ്റിങ്ങിലോട്ട് കിടക്കാം. അങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കാം. ഞങ്ങൾ നല്ലൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചു സെറ്റ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് വാഷ് ബേസിനോട് അടുത്ത് വേണമല്ലോ എടുക്കുക എളുപ്പത്തിന്. എന്നിട്ട് നമ്മൾ ബാക്കിൽ ആ സ്റ്റിക്കർ പറിച്ചെടുക്കുക. സ്റ്റിക്കർ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ആണിയടിച്ച് തൂക്കാനുള്ളൊരു സ്പേസ് കൂടെ അവർ തന്നിട്ടുണ്ട് ഈ ഹോൾഡറിൽ. അപ്പോൾ പെയിൻറ്റിലാണെങ്കിൽ നമുക്ക് ആണിയടിച്ചിട്ട് അത് തൂക്കിയിടാം. ടൈലിലൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് ഒട്ടിക്കുകയാണ് ഫസ്റ്റ്. ഇത് സാധനം ഒട്ടിച്ചു. അപ്പോൾ ഇനി നമുക്ക് പേസ്റ്റ് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. എന്തായാലും ഞങ്ങളുടെ പേസ്റ്റ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പുതിയൊരു പേസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ ഈ സാധനം സെറ്റ് ചെയ്തിട്ട് പുതിയ പേസ്റ്റ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് വാങ്ങിച്ചു വെച്ചാൽ കുറച്ച് ദിവസമായി. അപ്പോൾ ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ ഒരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ പേസ്റ്റ് വെക്കുക. പേസ്റ്റ് ഇങ്ങനെ മേളിലൊരു ഇതുണ്ട്, ചെറിയ ഹോളുണ്ട്. ഒരു ഇതാണ് റബ്ബറിൻ്റെ ഒരു ഇതാണ്. അതിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രൂ അല്ല കേട്ടോ, ഞാൻ ആദ്യം ചുമ്മാ തിരിച്ച് നോക്കിയതാണ്. അതിങ്ങനെ ഇറക്കി വെക്കുകയാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താന്നു പോകും. അപ്പോൾ ആ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ കവറിടാം. കവറിട്ടില്ല, വൃത്തിയേടായി പോയില്ല. നമുക്ക് കവറിടാം. അപ്പോൾ സംഭവം കവറിട്ടു. അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയാണ്. അപ്പോൾ സംഭവം ഓക്കെ. ഇനി നമുക്ക് അടുത്ത സാധനം എടുക്കാം. അതായത് നമ്മുടെ എന്താണ് ബ്രഷ് ഹോൾഡറും എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ബാക്കിലും സ്റ്റിക്കർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കർ പറിക്കുക, നമുക്ക് ഒട്ടിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ചേർത്ത് ഒട്ടിക്കാം. അപ്പോൾ എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ സംഭവം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇച്ചിരി വെള്ളം എടുപ്പുണ്ടായിരുന്നിട്ട് അതാണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ സംഭവം ഓക്കെ ആയി, ഒട്ടിച്ചു. ഇനി നമുക്ക് ബ്രഷ് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് വെക്കുകയെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രഷ് വെക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം എന്തെങ്കിലും, അതിൻ്റെ അകത്തൊരു ഹോളുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം അകത്ത് വഴി അങ്ങനെ താഴോട്ട് പൊക്കോളും. അപ്പോൾ അടിപൊളിയായി. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രഷ് എടുത്തു. എന്നിട്ട് അങ്ങനെ പ്രസ് ചെയ്യുക. അടിയിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പേസ്റ്റ് അകത്തുനിന്ന് ഇങ്ങനെ വരും. ഇതാണ് സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.